മധ്യപ്രദേശിലെ ജബൽപൂർ ബാർഗി അണക്കെട്ടിലുണ്ടായ ദാരുണമായ ബോട്ട് അപകടത്തിന്റെ നടുക്കത്തിലാണ് കേട്ടോ രാജ്യം. എന്നാൽ ഈ ദുരന്തത്തിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രം നമ്മെ ഏറെ മോഹിപ്പിച്ചു. മരണത്തിലും വേർപിരിയാതെ തന്റെ 4 വയസ്സുകാരനായ മകനെ മാറോടണച്ചു പിടിച്ച ഒരു അമ്മയുടെ ചിത്രം. മാതൃസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക എന്ന പേരിൽ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് കേട്ടോ ഈ ചിത്രം പങ്കുവച്ചത്. പക്ഷേ കണ്ണു നനയിക്കുന്ന ഈ ദൃശ്യത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് പരിശോധിക്കാം വിശദമായി. വൈറലായ ആ ചിത്രം ജബൽപൂർ അപകട സ്ഥലത്ത് നിന്നുള്ളതല്ലെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ജബൽപൂർ കളക്ടറുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രകാരം ഇത്തരമൊരു ദൃശ്യം അപകട സ്ഥലത്ത് നിന്നും പകർത്തിയിട്ടില്ല എന്നാണ്. ഇത് ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാകാം, അല്ലെങ്കിൽ മറ്റേതോ സ്ഥലത്തെ ദൃശ്യങ്ങളാകാം എന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. ഇതിന് ബാർഗി ബോട്ട് അപകടവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ജനങ്ങളിൽ അനാവശ്യ ആശങ്കയുണ്ടാക്കുമെന്നും അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യാവസ്ഥ ബോധ്യപ്പെടാതെ വൈകാരികമായ ഇത്തരം സന്ദേശങ്ങൾ ഷെയർ ചെയ്യരുതെന്ന് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. ചിത്രം വ്യാജമാണെങ്കിലും അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. വിനോദസഞ്ചാര ബോട്ടിൽ പാലിക്കേണ്ട പ്രാഥമിക സുരക്ഷാ സംവിധാനങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. പുറത്തുവന്ന പുതിയ വീഡിയോ ദൃശ്യങ്ങളിൽ ബോട്ട് മുങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജീവനക്കാർ ലൈഫ് ജാക്കറ്റുകൾ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നത് പോലും. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സഞ്ചാരികളെ ധരിപ്പിക്കേണ്ട ജാക്കറ്റുകൾ ബണ്ടിലുകളായി കെട്ടിവച്ചിരിക്കുകയായിരുന്നു അവിടെ. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയായിരുന്നു കേട്ടോ ഈ സാഹസിക യാത്ര നടന്നത്. ഇരുപത്തിയൊൻപത് പേർക്ക് മാത്രം ടിക്കറ്റ് നൽകിയിട്ടുള്ള ബോട്ടിൽ 40-ലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നതും ഗുരുതരമായ വീഴ്ച തന്നെയാണ്. പ്രചരിച്ച ചിത്രം വ്യാജമായിരിക്കാം, പക്ഷേ ആ അമ്മയുടെയും മകന്റെയും വിയോഗം സത്യമായിരുന്നു. ബോട്ട് മുങ്ങുന്നതിന് തൊട്ടു മുമ്പ് ലൈഫ് ജാക്കറ്റ് ധരിച്ച ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ ചേർത്തു പിടിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ വ്യക്തമായി കാണാം. മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ വെള്ളത്തിൽ നിന്നും ആ 2 മൃതദേഹവും കണ്ടെടുത്തിരുന്നു. ഒരു ലൈഫ് ജാക്കറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കേട്ടോ ആ അമ്മയുടെയും മകന്റെയും മൃതദേഹം. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ കേട്ടറിഞ്ഞ ആരോ ആയിരിക്കാം AI ഉപയോഗിച്ച് ആ വ്യാജ ചിത്രം നിർമ്മിച്ചത്. 9 പേരുടെ ജീവനാണ് ബാർഗി ഡാം റിസർവോയിൽ പൊലിഞ്ഞു പോയത്. 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട്. കനത്ത മഴയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മധ്യപ്രദേശ് സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവും ഇട്ടിട്ടുണ്ട്. ഒരു വിനോദയാത്ര ഇത്ര വലിയ ദുരന്തമായി മാറിയതിനു പിന്നിലെ ഉത്തരവാദികൾ നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം. അതോടൊപ്പം വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ അവയുടെ ആധികാരികത പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം നാം ഓരോരുത്തർക്കുമുണ്ടെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.